ഇവിടെ ചരിത്രവും വിശ്വാസവും മിത്തും എല്ലാം ഇഴപിരിഞ്ഞ് കിടക്കുന്ന ഒരു സങ്കീർണമായ വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം. ഇവിടെ ഇടത് ചരിത്രകാരന്മാർക്ക് അവരുടേതായ ചില സങ്കല്പങ്ങളുണ്ടാകും, താല്പര്യങ്ങളുണ്ടാകും. അപ്പം ചരിത്രത്തെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ കാണുകയും അതിന് അവരുടേതായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് നമുക്ക് മാപ്പാക്കാം, അത് അവരെ വെറുതെ വിടുക. പക്ഷെ അത് ഭാരതത്തിൻ്റെ മുഖ്യധാര ചിന്താഗതിയായി വളർന്നു വരുന്നതിനെ അപകടകരമായ ഒരു പ്രവണതയായി മാത്രമേ കാണാനാവൂ. നോക്കൂ, ഈ ഹൈന്ദവ ഘടനകൾക്ക് ഒരു ഉൾക്കൊള്ളലിൻ്റെ ഒരു സ്വഭാവമാണുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിനും തമിഴ്നാടിനും, അത് നമ്മൾ പ്രാചീന തമിഴകം എന്ന് പറയും. ഈ പ്രാചീന തമിഴകത്തെ ഈ ഹൈന്ദവ മതമൊക്കെ വളർന്ന് വികസിച്ച് ഇന്നത്തെ രൂപത്തിലാകുന്നതിന് വളരെ മുൻപ് തന്നെ ശ്രീരാമസ്തുതികളും ശ്രീരാമ സംഗീതവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു, രാമകഥകളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആര്യ ബ്രാഹ്മണന്മാർ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് 7, 8, 9 നൂറ്റാണ്ടുകളിലാണ്. AD 7, 8, 9 നൂറ്റാണ്ടുകളിലാണ്. അതിനു മുൻപ് തന്നെ ഇവിടെ ശ്രീരാമൻ പരിചിതമായ ഒരു സങ്കല്പമായിരുന്നു. അത് ജൈനമതക്കാരും അതുപോലെ മറ്റ് വിഭാഗങ്ങളും കൊണ്ടുവന്ന ഒരു ചിന്തയാണ്. അപ്പം ഇതിന് ഒരു പാൻ ഇന്ത്യ സ്വഭാവമുള്ള ഒരു ചാലക പുരുഷൻ, ഒരു വലിയ ഒരു മഹത് വ്യക്തിത്വം എന്ന നിലയിൽ, അത് കഥയായിക്കൊള്ളട്ടെ, സങ്കല്പമായിക്കൊള്ളട്ടെ, മിത്തായിക്കൊള്ളട്ടെ, ചരിത്രമായിക്കൊള്ളട്ടെ, അത് ചരിത്രത്തിലേക്ക് നമ്മൾ ആഴത്തിൽ പോകാതെ അതൊരു യാഥാർത്ഥ്യമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലും കേരളത്തിലും, അത് പ്രാചീന തമിഴകത്ത് 2000 വർഷം മുൻപ് തന്നെ രാമകഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അവിടെ ശൈവമതമുണ്ടായി, വൈഷ്ണവ മതമുണ്ടായി, ശാക്തേയ മതമുണ്ടായി. അപ്പം ശൈവ ഘടനകളും വൈഷ്ണവ ഘടനകളും ശാക്തേയ, അതാണല്ലോ ദേവീ സങ്കല്പം, ഇതെല്ലാം കൂടി സമന്വയിച്ച് പിന്നീട് അതിനെ ഒരു ഹൈന്ദവ ഘടനയായി വളരെ വൈകിയാണ് രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ടൊരു ഹിന്ദു മതത്തിൻ്റെ മാത്രം ഒരു പ്രത്യേക ഡൈറ്റി എന്ന രീതിയിലല്ല അതിനെ കാണേണ്ടത്. മറിച്ച് ഒരു പാൻ ഇന്ത്യ കാഴ്ചപ്പാടുള്ള ഒരു പാൻ ഇന്ത്യ സങ്കല്പമായ നമ്മുടെ ദേശീയതയുടെയും നമ്മുടെ ഐഡൻറ്റിറ്റിയുടെയും സ്വത്വത്തിൻ്റെയും ആ ഭാരതീയ സങ്കല്പത്തിൻ്റെയും എല്ലാം ഒരു തദ്ദേശീയമായ ഒരു ഐഡൻറ്റിറ്റി ഫിഗർ ആയി ശ്രീരാമനെ കാണുമ്പോൾ ദക്ഷിണേന്ത്യ എന്നോ വടക്കേ ഇന്ത്യ എന്നോ എല്ലാം ഉള്ള വേർതിരിവില്ലാതെ വരികയാണ്. ഇവിടെ കേരളത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നോക്കൂ. കേരളത്തിൽ വളരെ വൈകിയാണ് ഇങ്ങനൊരു ചിന്തകൾ ഉണ്ടായത്. കാരണം ഹൈന്ദവ മതത്തിൻ്റെ ചാതുർവർണ്ണത്തിൻ്റെ ഘടനകൾ അധിഷ്ഠിതമായ വിവേചനമൊക്കെ ഏറെക്കാലം നീണ്ടുനിന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം. അതെല്ലാം അംഗീകരിക്കുമ്പോഴും ഓർക്കുക, ശ്രീരാമ സങ്കല്പത്തിന് ഒരു പ്രത്യേക മതത്തിൻ്റെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഈ വർണ്ണാശ്രമത്തിൻ്റെ പരിധിക്ക് ഉപരിയായി പെനിട്രേഷനുള്ളൊരു സങ്കല്പമായിരുന്നു ശ്രീരാമ സങ്കല്പവും ശ്രീകൃഷ്ണ സങ്കല്പവും എല്ലാം. അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിയിരുന്ന ഒരു സങ്കല്പമാണ്, ഒരു ദേവസങ്കല്പം ആണ്, ഒരു ചൈതന്യ സങ്കല്പമായിരുന്നു ശ്രീരാമൻ. നമ്മൾ നോക്കൂ, കേരളത്തിലെ ആദ്യകാലം 2000 വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ സങ്കല്പം, ഇവിടുത്തെ രാജാക്കന്മാരുടെയൊക്കെ, ചേര രാജാക്കന്മാരുടെ, 1ാം ചേര സാമ്രാജ്യത്തിലെ ചേര രാജാക്കന്മാരുടെ ആരാധനാമൂർത്തി യുദ്ധദേവതയായ കൊറ്റവയായിരുന്നു. പിന്നീട് ആ കൊറ്റവയെ ഒരു ഹൈന്ദവ ഘടനകൾ വന്നപ്പോൾ കൊറ്റവയെ മഹാവിഷ്ണുവിൻ്റെ ഭാര്യാപദത്തിലേക്കും അങ്ങനെ പിന്നെ ശിവൻ്റെ ഭാര്യാപദത്തിലേക്കും ഒക്കെ വന്നൊരു ശ്രേണസങ്കല്പമായി വന്ന് അത് അമ്മയായി, അമ്മൻ കോവിലുകളായി, ഭഗവതിയായി രൂപാന്തരപ്പെടുന്നൊരു കാഴ്ച വന്നു. അപ്പം പല രൂപത്തിൽ തനതായ വിശേഷങ്ങൾ, തനതായ ദേവസങ്കല്പങ്ങളെ, ചൈതന്യങ്ങളെ, പ്രാദേശികമായ ചൈതന്യങ്ങളെ എല്ലാം ഒരു ചരടിൽ കോർത്തെടുത്തുകൊണ്ട് കാലാന്തരത്തിൽ വളർന്നു വന്ന ഒരു വലിയ ജീവിത രീതിയാണ് ഹൈന്ദവ വിശ്വാസം എന്ന് നമ്മളിപ്പോൾ പറയുന്ന ആ വിശ്വാസം. അതിന് സനാതനധർമ്മം എന്ന ഒരു ത്രെഡുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ അതിനും ഉപരിയായി ശ്രീരാമൻ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു സങ്കല്പമായതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഇവിടെ ഞാൻ നിലകൊള്ളുന്നത് രാമരാജ്യം വരാൻ വേണ്ടിയാണ്. വിവേചനങ്ങളില്ലാത്ത, എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന, ന്യായത്തിനും നീതിക്കും സത്വത്തിനും ജസ്റ്റിസിനും എല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടാകണം. അതെൻ്റെ സ്വപ്നമാണ്, അതൊരു ജീവിത രീതിയാണ്. അപ്പോൾ അതിനെ ഒരു മതത്തെയും ഒരു ജീവിത രീതിയെയും ഒരു രാഷ്ട്രത്തെയും അതിൻ്റെ ഭരണകൂടത്തെയും കൃത്യമായ അതിർവരമ്പുകൾ വെച്ച് വേർതിരിക്കാൻ മഹാത്മാഗാന്ധി തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ശ്രീരാമ സങ്കല്പത്തിന് വളരെ വലിയ പ്രാധാന്യം നൽകിയതും ഗാന്ധിജി പിടഞ്ഞു വീണ് മരിച്ചത്. റാം റാം ഹേ റാം എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു വീണതെന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥത്തിൽ
ശ്രീരാമ ഭക്തൻ എന്നതിന് ഉപരിയായി ഒരു ദേശീയവാദിയും ആ ദേശീയവാദത്തിന് ഉപോത്ബലകമാകുന്ന ഒരു കാഴ്ചപ്പാട് മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ഇവിടെ എന്നോട് ചോദിച്ച ശ്രീ വിഷ്ണു ചോദിച്ച ഒരു കാര്യം, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ വേറിട്ട ചിന്തകൾ? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അത് വളരെ നമ്മൾ കാര്യമായി അത് മനസ്സിലാക്കേണ്ടതുണ്ട്. വടക്കേ ഇന്ത്യയിൽ സാമ്രാജ്യങ്ങളുണ്ടായി. ഗുപ്ത സാമ്രാജ്യവും അതിനു മുമ്പുണ്ടായിരുന്ന മൗര്യ സാമ്രാജ്യവും പിന്നീട് മുഗൾ സാമ്രാജ്യവും അതുപോലെ മധ്യഭാരതത്തിലും ഒക്കെ മറാഠ സാമ്രാജ്യവും വിജയനഗര സാമ്രാജ്യവും ഒക്കെ ഉണ്ടായപ്പോഴും ഒരൊറ്റ സാമ്രാജ്യത്തിൻ്റെയും ഘടനകൾ തമിഴകത്തേക്ക് പ്രവേശിച്ചില്ല എന്നതാണ് സത്യം. എക്കാലത്തും തമിഴകത്തെ ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, പിന്നെ രാജ്യങ്ങൾ, അതിനുശേഷമുണ്ടായ സ്വരൂപങ്ങൾ, ഇതെല്ലാമായിരുന്നു ഒരു കാരണവശാലും ബ്രിട്ടീഷുകാർ അധികാരം ഏറ്റെടുക്കുന്നത് വരെ, അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രഭാവം വരുന്നത് വരെ വടക്കേ ഇന്ത്യൻ സങ്കല്പങ്ങൾക്ക്, അത് ഭരണസങ്കല്പങ്ങൾക്കോ അവിടുത്തെ മറ്റ് ചിന്തകൾക്കോ തമിഴകത്തിൻ്റെ മണ്ണിൽ പ്രവേശനമില്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഏഴിൽമല എന്ന് പറയും. 7 മലകളാണ് ഇന്നത്തെ കർണാടക, ആന്ധ്ര പ്രദേശങ്ങളെയും കേരളത്തെയും തമിഴ്നാട്ടിനെയും വിഭജിച്ച് നിർത്തുന്ന, ദക്ഷിണേന്ത്യയിലെ ദക്ഷിണ ഭാഗത്തെ വടക്കേ ഇന്ത്യയിൽ നിന്നും വിഭജിച്ച് നിർത്തുന്ന ആ മലകൾ. അശോകന്റെ സാമ്രാജ്യം പോലും BC-യിൽ അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യം പോലും ആ കർണാടക അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം തെക്കോട്ട് പല കാര്യങ്ങൾക്കും ഒരു പെനിട്രേഷൻ ഇല്ലാതെ പോയി. പക്ഷേ അതിനെയും ഭേദിച്ച് പെനിട്രേഷൻ ലഭിച്ച ഏക സങ്കല്പമാണ് ഒരു പരിധിവരെ ശ്രീരാമ സങ്കല്പം. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പത്തെ തമസ്കരിക്കുക വഴി, ഇല്ലാതാക്കുക വഴി ചരിത്രത്തെ ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കണ്ടുകൊണ്ട് പോകാം. കേരളത്തിൻ്റെ ബന്ധങ്ങൾ എക്കാലത്തും അറബി നാടുകളുമായിട്ടും അല്ലെങ്കിൽ ചൈനയുമായിട്ടും ദക്ഷിണപൂർവ്വ പ്രദേശങ്ങളുമായിട്ടും വ്യാപാര ബന്ധങ്ങൾ, കടൽ വഴി കടന്നെത്തുന്ന ചില ചിന്തകൾ, ചില ധാരണകൾ, അതായിരുന്നു സത്യത്തിൽ കേരളത്തിൻ്റെ തീരങ്ങളെയും കേരളത്തിൻ്റെ പ്രദേശങ്ങളെയും എക്കാലത്തും ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് കേരളം വേറിട്ട് ചിന്തിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ ആഴത്തിൽ വേരോട്ടം ഉണ്ടായതും. ഇപ്പം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരൊറ്റ സംസ്ഥാനത്തും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമല്ലെന്ന് നോക്കണം. അവിടുന്ന് വളരെ മാറിക്കിടക്കുന്ന വേറൊരു രൂപത്തിൽ ഒരു സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് സാധ്യമായ കേരളത്തിലാണ് ഇടത് പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരോട്ടം ലഭിച്ചത്. അത് ബംഗാളിൽ വേരോട്ടം ലഭിച്ചു. ഇപ്പം നമുക്കറിയാം ആ വേരോട്ടം എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നതും നമുക്കറിയാം. അങ്ങനെ കേരളം എക്കാലത്തും മാറി ചിന്തിച്ചത് കൊണ്ടാണ് ഈ വിഷയത്തിലും ദേശീയ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ചിന്തിക്കാത്തത്. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വേറിട്ട് ചിന്തിച്ചത്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചിന്ത അതല്ല. നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് മഹാഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളുടെയും ആഗ്രഹം ഉത്തർപ്രദേശിൽ. അത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹിന്ദി ഹൃദയഭൂമിയിൽ അങ്ങനെയാണ്. പക്ഷേ ദക്ഷിണേന്ത്യയുടെ ചിന്ത വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും വ്യത്യസ്തമായ ഒരു സാമൂഹിക സാംസ്കാരിക രൂപീകരണത്തിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഈ ഒരു വൈജാത്യം പാർട്ടിക്കുള്ളിലും വരുന്നത്. ഇതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ചുമതല ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടി ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ രാഷ്ട്രീയ കണ്ണുകളോടുകൂടി മാത്രമാണ് പാർട്ടി അത് ചെയ്യുന്നത് എന്ന് വിമർശന ബുദ്ധിയോടുകൂടി ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷ കക്ഷികൾ ചെയ്യുന്നത് സ്വാഭാവികമാണ്. കാരണം കേരളം എന്നും മാറി ചിന്തിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ചിന്തിക്കാനുള്ളത് ഇപ്പം വൈദേശികമായ ഒരു പ്രത്യയശാസ്ത്രം ആയിരുന്നല്ലോ മാർക്സിസം ലെനിസം. അപ്പം മാർക്സിസം ലെനിസത്തിന് വർഗസമരത്തിൽ അധിഷ്ഠിതമായ മാർക്സിസം ലെനിസത്തിന് കേരളത്തിലെ വിദ്യാസമ്പന്നരുടെ ഇടയിൽ അല്ലെങ്കിൽ നല്ലപോലെ പൊളിറ്റിക്കലി കോൺഷ്യസ് ഒരു ക്ലാസിൻ്റെ ഇടയിൽ ഒരു സ്വാധീനം കിട്ടിയെന്ന് സ്വാഭാവികമാണ്. പക്ഷേ ആ ഒരു കാലഘട്ടം ഒരു സ്റ്റേജാണ്. ആ സ്റ്റേജ് കടന്നു കഴിഞ്ഞ് ഒരു ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു വളർച്ചാ സങ്കല്പം, കമ്മ്യൂണിസത്തെ ലോകത്ത് പല രാജ്യങ്ങളും തള്ളിക്കട പറയുമ്പോഴും ഒരു വളർച്ചാ സാധ്യത ലഭിക്കുന്നതിന് നമ്മുടെ രാജ്യം നോക്കൂ. നമ്മൾ ചന്ദ്രയാൻ, മംഗൾയാൻ, ഗഗൻയാൻ, ആദിത്യ L1, അപ്പം വാനത്തേക്ക് നോക്കുകയാണ്. കാരണം മറ്റു രാജ്യങ്ങൾ അയൽവക്കത്തേക്ക് നോക്കുമ്പോൾ, മൂന്നാം ലോക രാജ്യങ്ങൾ തൊട്ടയൽ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചന്ദ്രനിലേക്കും സൂര്യനിലേക്കും ബഹിരാകാശത്തേക്കും ലക്ഷ്യം വെക്കുന്ന രീതിയിൽ വിശാല ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത് നമ്മൾ സ്വത്വം കണ്ടെത്തുമ്പോൾ മാത്രമാണ്.